സുഹൃത്തുക്കളെ, വെൽക്കംസ് എവരിത്തിങ് ഹാപ്പൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഇറാനിൽ നടക്കുന്ന അൺറസ്റ്റിനെ കുറിച്ചാണ്. ഇറാനിയൻ ജനത, എസ്പെഷ്യലി യുവാക്കൾ, തെരുവിലിറങ്ങി ഇപ്പോഴത്തെ ഗവൺമെൻറ് റെജീം ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരും തെരുവിലിറങ്ങി യുവാക്കൾ നഗരം കത്തിക്കുകയാണ്. ഗവൺമെൻറ് ഒഫീഷ്യൽസ് കൊല്ലപ്പെടുന്നു. എന്താണ് ഇറാനിലെ സംഭവവികാസങ്ങൾ? ഇറാൻ എന്ന മഹത്തായ രാജ്യത്ത് എംബാർഗോ മൂലവും വിരോധം മൂലവും ധാരാളം എണ്ണസമ്പത്തുള്ള രാജ്യത്ത് നിന്ന് എണ്ണ കയറ്റുമതി ചെയ്യാനാകാതെ രാജ്യം ദാരിദ്ര്യത്തിലേക്ക് മാറി. ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങളൊന്നും വാങ്ങിക്കുവാൻ കഴിയുന്നില്ല. ദരിദ്രരായ അവർ ഈ വില കൂടിയ ഉപഭോഗ സാധനങ്ങൾക്ക് വില കൂടിയത് മൂലമുള്ള ബുദ്ധിമുട്ട് മൂലം അൺട്രസ്റ്റായി സമാധാനം നശിച്ച് എസ്പെഷ്യലി യുവജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ഗവൺമെൻറ്റുകൾ ഒരു പ്രത്യേക മത പ്രീണനവും മറ്റും നടത്തി സാധാരണ ജനങ്ങളെ അവഗണിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ സഹിച്ചു മടുത്തു. അങ്ങനെ അവർ കലാപമായി നഗരങ്ങളിൽ കൂടെ ഇറങ്ങിയിരിക്കുകയാണ് ഗവൺമെൻറ്റിനെ ചേഞ്ച് ചെയ്യുവാൻ. അമേരിക്ക ഗവൺമെൻറ് കലാപകാരികൾക്കൊപ്പമാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ട്രംപ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ കലാപം തുടരൂ, നിങ്ങൾക്ക് സഹായം വരുന്നുണ്ട്, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനുകളും സ്ഥാപനങ്ങളും പിടിച്ചെടുക്കൂ എന്നൊക്കെയാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാടുവിട്ടുപോയ മുൻ ഭരണാധികാരികളുടെ അനന്തരവർ അവരും ആഹ്വാനം ചെയ്യുന്നു, ജനങ്ങളോട് യുദ്ധമാണ്, യുദ്ധത്തിൽ ആളുകൾ കൊല്ലപ്പെടും, നെവർ മൈൻഡ്, റെജീം ചേഞ്ച് ചെയ്യണം, രാഷ്ട്രം വീണ്ടെടുക്കണമെന്നൊക്കെ പറഞ്ഞ് അവരും ആഹ്വാനം ചെയ്യും. എന്താണേലും ഇന്നസെൻ്റായിട്ടുള്ള യങ്ങായിട്ടുള്ള ആയിരക്കണക്കിന് ബാലന്മാരും കുട്ടികളും യുവജനങ്ങളുമാണ് കൊല്ലപ്പെട്ട് മോർച്ചറികളിലും ആശുപത്രികളിലൊക്കെ നിറഞ്ഞിരിക്കുന്നതാണ് റിപ്പോർട്ട്. ഒഫീഷ്യലി 2000-ൽ പരം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. ചില ചാനലുകളും മീഡിയകളും 12,000 എന്ന് പറയുന്നു, ചിലർ 5,000 എന്ന് പറയുന്നു. എങ്ങനെയാണെങ്കിലും ധാരാളം ജീവനുകളും സ്വത്തുക്കളും നഷ്ടപ്പെട്ട് പീസിന് വേണ്ടി നിലകൊള്ളുന്ന രാജ്യങ്ങളും ഭരണാധികാരികളും പീസില്ലാതെ രാജ്യം അരാജകത്വത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനി എത്ര നാൾ എങ്ങനെ ഇറാൻ പിടിച്ചു നിൽക്കും എന്താണെന്ന് അറിയത്തില്ല. അമേരിക്കയും ഇസ്രയേലും ഇടപെടുമോ? എന്താണെങ്കിലും അമേരിക്കൻ ബോംബർ വിമാനങ്ങളും യുദ്ധസന്നാഹങ്ങളും തൊട്ടടുത്ത് ദോഹ, ഖത്തറിൽ അവർ കേന്ദ്രീകരിച്ചിട്ടുണ്ട്, സൈനിക കേന്ദ്രങ്ങളിൽ. അമേരിക്ക ഇടപെടൽ ആസന്നമായി എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നത്. അമേരിക്ക ഇടപെട്ട് കഴിഞ്ഞാൽ അതിന് വിപരീതമായിട്ട് റഷ്യയും ചൈനയും എങ്ങനെ പ്രതികരിക്കും എന്ന് ഉള്ളത് ഒരു സംശയത്തിലാണ്. അതിനാലൊക്കെയാണ് ഇത് വെനിസുലയല്ല, ഇറാൻ ദീർഘദൂര മിസൈലുകളുണ്ട്, ശക്തമായ രാജ്യമാണ്. അതുകൊണ്ട് കൂടി ആയിരിക്കാം പ്ലാനിങ് എടുത്ത് സീരിയസ് ആയി ഇടപെടാതെ നോക്കി നിൽക്കുന്നത്. നെഗോസിയേഷനുകളൊക്കെ നിർത്തിവെച്ചു. കലാപകാരികളെ അല്ലെങ്കിൽ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ട്രംപ് മുന്നോട്ടിറങ്ങുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്താണെങ്കിലും ഇറാൻ ജനതയ്ക്കും അവർക്കും സമാധാനമുണ്ടാകട്ടെ. ഇന്ത്യക്കും അതാണ് വേണ്ടത്. ഇന്ത്യ ഇറാനുമായി ട്രേഡ് നടത്തുന്നവർക്ക് 25% ഇൻക്രീസ് എല്ലാ കാര്യത്തിലും തീരുവ ട്രംപ് വർദ്ധിപ്പിച്ചു. ഇറാൻ ജനതയ്ക്ക് ഭക്ഷണവും അവർക്ക് സമൃദ്ധിയും ഉണ്ടാകട്ടെ. ഈ കലാപങ്ങളും കൊള്ളിവെപ്പും ഒന്നും ഒരു രാജ്യത്തിനും നല്ലതല്ല, ജനതയ്ക്കും നല്ലതല്ല. സമാധാനമാണ് എവർക്കും വേണ്ടത്. നന്ദി, നമസ്കാരം. I am Captain Grandmaster Shaji Matthew. Like, comment and share.
താങ്ക് യു. ഔട്ട്.